അമേരിക്കയിലെ ബോയിങ് വിമാനത്തിൻ്റെ ടയറിലെ തീയും പുകയും കണ്ടു. ഇത് അമേരിക്കയിലെ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത്. അതിനകത്ത് എയർപോർട്ടിൽ ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഹൈഡ്രോളിക് പ്രഷറിൽ ലാൻഡിങ് ഗിയറിലൊക്കെ എന്തോ ചില പ്രശ്നങ്ങൾ കണ്ട് ടയറിൻ്റെ ഭാഗത്ത് തീയും പുകയും വന്നു. പെട്ടെന്ന് തന്നെ അതിൻ്റെ എമർജൻസി വാതിൽ തുറന്നിട്ട് അതിലൂടെ ആൾക്കാർ രക്ഷപ്പെടുന്നതാണ് നമ്മൾ കണ്ടു. ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഇതനുസരിച്ച് ഈ ഡെൻവർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് മിയാമിയിലേക്ക് പോകേണ്ട ഫ്ലൈറ്റായിരുന്നു. നിറയെ യാത്രക്കാരുണ്ട്. 178 പേരുണ്ടായിരുന്നെന്നാണ് മനസ്സിലാകുന്നത്. 173 പേരും 6 പേര് ജീവനക്കാരും, എന്നിട്ട് 78, 79 പേരും. ഇവിടെ നമുക്കറിയാം ബോയിങ് 757 ഡ്രീം ലൈനർ അഹമ്മദാബാദിൽ അപകടം നമ്മൾ കണ്ടു. അഹമ്മദാബാദ് ഫ്ലൈറ്റ് അപകടത്തിൽ 241 പേര് മരണപ്പെട്ടു. ഫ്ലൈറ്റിലുണ്ടായിരുന്നവർ, വെളിയിലുള്ള 19 പേര് മരണപ്പെട്ടു. അങ്ങനെ 260 പേരാണ് കൊല്ലപ്പെട്ടത്. ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 241 പേര് എന്ന് പറയുന്നത് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നവരും ബാക്കിയുള്ളവർ ഫ്ലൈറ്റിന് വെളിയിലെ ഫ്ലൈറ്റ് ഇടിച്ച് ആ കെട്ടിടത്തിൽ ഉള്ളവർക്ക് അപകടം ഉണ്ടായും കൂടെ ചേർത്തിട്ടാണ് അത്ര സംഖ്യ വന്നത്. അതുപോലെ ബോയിങ് 757 ഡ്രീം ലൈനറിലെ അപകടം കഴിഞ്ഞ് ഇത് ഏതായാലും ബോയിങ് തന്നെ ബോയിങ് 737 മാക്സ് 8 കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇതിനകത്ത് 171 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്നു. അതിലും അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. ആ ലാൻഡിങ് ഗിയറിൻ്റെ ഭാഗത്ത് അവിടെ തീയും പുകയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ചില ആൾക്കാർ അതിനകത്തുനിന്ന് ആ എമർജൻസി ഡോറ് വഴി അവർ ഊർന്നിറങ്ങിയത് ഒക്കെ നമ്മൾ കണ്ടു. ഒരു ലേഡി അവരുടെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങുന്നത് കണ്ടു. കൊച്ചു കുട്ടികൾ ആ എസ്കലേറ്റർ അല്ലെങ്കിൽ ആ വാതിൽ കൂടെ ഊർന്നിറങ്ങുന്നതൊക്കെ നമ്മൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇത് 2016 ഇറങ്ങിയതാണ് 737 മാക്സ് 8, മാക്സ് 8, മാക്സ് 9, മാക്സ് 10, അങ്ങനെ ആ സീരീസ് മാക്സ് 11, 12 വരെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിൽ കൂടി 1886 എയർക്രാഫ്റ്റ് ഇതുവരെ അമേരിക്കയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ ഓർഡർ പെൻഡിങ് 4862 പ്ലെയിനിന് അവർ നിർമ്മിച്ച് കൊടുക്കാനായിട്ടുള്ള ഓർഡർ പെൻഡിങ് ആണ്. 2016 ആക്ച്വലി ഈ 737 മാക്സ് 8 സീരീസ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. അത് ലോകത്തിലെ വിവിധ എയർലൈൻസുകൾ അവരുടെ ഫ്ലൈറ്റുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. 2011 ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. 2016 മുതൽ ഇൻ്റർനാഷണലായിട്ട് അത് വിറ്റ് വരുന്നുണ്ട്. ഈ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൽ ചില 2-3 അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് എത്യോപ്യൻ എയർലൈൻസിൽ 737 മാക്സ് 8 ഒരു അപകടം ഉണ്ടായി. മുഴുവൻ ആൾക്കാരും അതിനകത്ത് മരണപ്പെട്ടു. അതിൻ്റെ സെൻസർ ഡാറ്റയിൽ ചില ഫോൾട്ട് കണ്ടുപിടിച്ച് പിന്നീടുള്ള അന്വേഷണത്തിൽ. അതുപോലെ ജാക്കർത്തയിൽ ഇന്തോനേഷ്യൻ എയർലൈൻസിൽ ഈ 737 മാക്സ് 8 ആ ഫ്ലൈറ്റ് അവർ വാങ്ങിയിരുന്നു. അത് ഇന്തോനേഷ്യൻ എയർലൈൻസ് അതിൽ അവർ 3-4 എയർക്രാഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരെണ്ണം അതിന് അപകടത്തിൽപ്പെട്ടു. 189 യാത്രക്കാരും മരണപ്പെട്ടു. അപ്പം അമേരിക്കൻ എയർലൈൻസിൻ്റെ വളരെ സുരക്ഷിതമായ അവരുടെ പല സീരീസിലുള്ള എയർക്രാഫ്റ്റുകൾ വിറ്റ് വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് വിറ്റ് വരുന്ന അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ വരുന്ന ഈ ഫ്ലൈറ്റുകളൊക്കെ തന്നെ. അതുകൊണ്ട് ഇന്നും ധാരാളം ഓർഡറുകൾ പെൻഡിങ് ആണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കയിലെ ഈ ബോയിങ് കമ്പനിയുടെ എയർക്രാഫ്റ്റ് തന്നെയാണ്. അത് അവരുടെ കുത്തകയാണ്. അതിന് ബദലായിട്ടൊരു എയർക്രാഫ്റ്റ് എങ്ങും നിർമ്മിക്കുന്നില്ല. ചില ബ്രിട്ടീഷ് കമ്പനികളും ചില യൂറോപ്യൻ കമ്പനികളും ചെറിയ രീതിയിലുള്ള ഫ്ലൈറ്റുകൾ മാത്രമാണ് അവർ നിർമ്മിച്ചു വരുന്നത്. അതേസമയത്ത് 200-300 പേര് വരെ കയറുന്ന ഫ്ലൈറ്റ് യാത്രക്കാർ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഫ്ലൈറ്റുകളാണ് ഇപ്പോൾ അപകടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ഇവിടുത്തെ നമ്മൾ കണ്ടല്ലോ, നമ്മുടെ അഹമ്മദാബാദ് ബോയിങ് 787 ഡ്രീം ലൈനിലെ അപകടത്തിൽ ഏകദേശം 260 പേരോളം മരണപ്പെട്ടു. അതുകൊണ്ട്
ഇനി ആധുനിക യുഗത്തിൽ പല സ്ഥലത്തും എയർക്രാഫ്റ്റിൻ്റെ അത് പഴക്കം ചെല്ലുന്തോറും പല പല പ്രശ്നങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അമേരിക്കയിൽ ഈ ബോയിങ്ങിൽ തന്നെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഇപ്പം എയർലൈൻസ് എമർജൻസി ലാൻഡിങ് ഇന്ത്യയിൽ ഒരു 3-4 സ്ഥലത്തും അത് ഉണ്ടാകുന്നുണ്ട്. കാരണം കാലപ്പഴക്കമാണോ ഡിജിറ്റലായിട്ടുള്ള പ്രശ്നങ്ങളാണോ എന്താണെന്നൊരു പൊതുവായ തത്വം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്മുടെ ഇത്രയും പേരും മരണപ്പെട്ടിട്ടും അതിന് എന്താണ് അതിൻ്റെ കാരണമെന്നും അതിലെ ആ ഫ്ലൈറ്റിലെ ഫ്യൂൽ സ്വിച്ച് ഓഫ് ചെയ്ത് അതുകൊണ്ട് അതിൻ്റെ എഞ്ചിനിലുള്ള ഓയിൽ 2 എഞ്ചിനിലെ ഓയിൽ അത് കത്താൻ സാധിച്ചില്ല. അത് ഒരു പൈലറ്റ് മറ്റേ ആളുടെ അടുത്ത് ചോദിക്കുന്ന കേട്ട് നീയാണോ അത് ഓഫ് ചെയ്ത്, അത്ര മാത്രമേ അതിൻ്റെ ഉണ്ടായി. അതിന് മുമ്പ് അത് എമർജൻസി ലാൻഡിങ് ശ്രമിച്ചു, പക്ഷേ തകർന്ന് തരിപ്പണമായി. അത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റലിൽ ചെന്ന് ഇടിച്ച് കയറിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഫ്ലൈറ്റിൽ പോകുന്നത് അത്ര സുരക്ഷിതമാണെന്ന് ഇപ്പം പലർക്കും സുരക്ഷിതമല്ല എന്ന് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. കാരണം എയർലൈൻസിൻ്റെ മാർക്കറ്റിംഗ് അമേരിക്കൻ കുത്തകയാണ്. പക്ഷേ അവർ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആ ഡിഫക്റ്റ് കണ്ടുപിടിച്ചാൽ ആൾക്കാർ തീർച്ചയായിട്ടും രക്ഷപ്പെടും. ഇപ്പോൾ തന്നെ ഈ ഡെൻവർ വിമാനത്താവളത്തിലെ അത് നമ്മൾ കാണുകയുണ്ടായി. അതിനകത്ത് ആൾക്കാർ എല്ലാവരും ചാടി ഇറങ്ങുന്നതും എസ്കലേറ്ററിൽ കൂടെ അവർ തിരിച്ചിറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിന് അപകടമൊന്നും ഉണ്ടാകില്ല, എങ്കിലും കൊച്ചു കുട്ടികൾ വരെ അതിലൂടെ തെന്നി ഇറങ്ങുന്നത് കണ്ടപ്പോൾ നമുക്ക് ഭയം തോന്നുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള സന്ദർഭങ്ങൾ അലർട്ടായിട്ട് ഫ്ലൈറ്റിൽ ഇരിക്കണം. ചിലപ്പോൾ ചില എയർ പോക്കറ്റുകളിൽ ചെന്ന് വീണ് വളരെ നമ്മളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ള യാത്രയും ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ അനുഭവം ഡൽഹി വെച്ച് ഒരിക്കലുണ്ടായി. ഏകദേശം 3/4 മണിക്കൂറോളം ഞാൻ എയർ പോക്കറ്റിൽ കിടന്നു. സർവ്വദൈവങ്ങളെയും വിളിച്ചു. കാരണം അന്ത്യമായി എന്ന് ഞാൻ വിചാരിച്ചു പോയി. കാരണം ഡൽഹി എയർപോർട്ടിൽ ആ എയർ പോക്കറ്റിൽ വീണിട്ട് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ആ പൈലറ്റ് വളരെ മിടുക്കനായതുകൊണ്ട് ഏകദേശം 3/4 മണിക്കൂറോളം എടുത്തു. 3/4 മണിക്കൂറും എയർ പോക്കറ്റിനകത്ത് നമ്മൾ കിടന്നു. പിന്നെ നമ്മൾ ഫ്ലൈറ്റ് കയറില്ല എന്ന് ശബ്ദം ചെയ്തിട്ടാണ് ഇറങ്ങിയത്. ഇതുപോലുള്ള സിറ്റുവേഷൻ പലർക്കും ഉണ്ടാവും. എല്ലാവരും ഇപ്പം ഇന്ത്യയിൽ തന്നെ ഒരു ഇൻ്റർ സ്റ്റേറ്റിലും മറ്റുള്ള ചെറിയ ഷോർട്ട് ട്രിപ്പും കേരളത്തിൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഇപ്പം കോഴിക്കോട് പോകുന്ന ഫ്ലൈറ്റിലാണ് എല്ലാവരും, ഡൽഹിയിൽ നിന്ന് കൊച്ചി പോകുന്ന ഫ്ലൈറ്റിലാണ്, തിരിച്ചും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഷോർട്ട് ട്രിപ്പുകളായ ധാരാളം ഫ്ലൈറ്റുകൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അവൈലബിൾ ആണ്. എങ്കിലും റിസ്ക് എലിമെൻറ്റ് ഫ്ലൈറ്റിൽ എപ്പോഴും കൂടുതലാണ് എന്നാണ് ഞാൻ കരുതുന്നത്.